ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴ തോരും മുമ്പേടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടി ആ വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ ഗോവർദ്ധനോട് പറയാണ്, ഗോവർദ്ധൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് ചൂട് ചായയൊക്കെ കുടിച്ചിട്ടേ പൊയ്ക്കോ. പിന്നെ മുഖത്ത് ടെൻഷനൊന്നും പാടില്ല, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും മുഖത്ത് കാണിക്കരുത്, ദൈവത്തോർത്ത്. ഇല്ല ബാലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല. ബാലേട്ടനില്ലാത്ത ടെൻഷൻ എനിക്ക് എന്തിനാണ് ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇറങ്ങാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങി നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീന അലീന എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ വിളിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വരികയാണ്. അച്ഛൻ വന്നു അച്ഛാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അല്ല, ഇത് എല്ലാവരും എവിടെ പോയി എൻ്റെ കൃഷ്ണമോളെ? നീ മാത്രമുള്ളൂ ഇവിടെ? രോഹിതയുടെ റൂമിലുണ്ട്, പിന്നെ അലീന ചേച്ചി അടുക്കളില്ല, ബബിതേച്ചി അവിടെ എവിടെയൊക്കെ ഉണ്ട് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കേട്ടോ, അലീന എവിടെ? അലീന അലീന എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അലീന വരിക. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധൻ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുക. പക്ഷെ അലീനയാണെങ്കിൽ ഗോവർദ്ധനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ അലീന നേരെ ഹാളിലേക്ക് വരികയാണ്. ഗോവർദ്ധനാണെങ്കിൽ അലീന തന്നെ നോക്കുന്നു. അങ്ങളെ, നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ വന്നേ ഉള്ളല്ലേ? അച്ഛാ, അച്ഛൻ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ അച്ഛാ. യാത്ര ഭയങ്കര കഠിനമായിരുന്നു അച്ഛാ. അച്ഛന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കുവേ എൻ്റെ ക്ഷീണം എല്ലാം മാറും. അതെ, ഗോവർദ്ധന് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ടേ പറഞ്ഞു വിടാൻ പാടുള്ളേ. അതല്ല, ഗോവർദ്ധൻ്റെ കാറിൻ്റെ കീ എവിടെ? അതങ്ങനെ എടുത്ത് കൊടുത്തേര്. അയ്യോ, അത് രോഹിയേട്ടൻ്റെ കയ്യിലാണല്ലോ, ഞാനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരായിട്ട് സ്റ്റെയർകേസിൻ്റെ അവിടെ അങ്ങോട്ട് കയറിയിട്ട് രോഹിയേട്ടാ രോഹിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ബബിതയും ഇറങ്ങി വരികയാണ്. അപ്പോൾ രോഹിയേട്ടാ, അങ്കിളുടെ താക്കോലില്ലേ, കാറിൻ്റെ താക്കോലൊന്ന് കൊടുത്തേര്, അതൊന്ന് എടുത്തുകൊണ്ട് വാ രോഹിയേട്ടാ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ എങ്കിലേ ഗോവർദ്ധ, നീ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കും, ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഗോവർദ്ധന് ഒരു ഗ്ലാസ് ചായ ഇട്ട് നമ്മുടെ അലീന കൊടുക്കുക. അങ്കിളുടെ മധുരമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിയിട്ട് പറ എന്നും പറഞ്ഞുകൊണ്ട് ആ ഗോവർദ്ധൻ്റെ കയ്യിലേക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഗോവർദ്ധൻ കുടിക്കുകയാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കറക്റ്റ് മധുരമാണ് അലീന ഇട്ട് തന്നിരിക്കുന്നത്. വീട്ടിലും ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മധുരം കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ, അയ്യോ അപ്പോൾ മധുരം കുറഞ്ഞു പോയോ? ഇല്ല ഇല്ല ഇല്ല, മധുരം കുറഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് തന്നെയാണ്, ഈ ഒരു ലെവലിലുള്ള മധുരം എനിക്ക് മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് സന്തോഷം തോന്നുകയാണ്. അല്ല, എന്താ ഞങ്ങളെ പോയ കാര്യങ്ങളെല്ലാം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെന്തിനാ എന്നോട് ഞാൻ പറയുന്നത്, എല്ലാം ബാലേട്ടൻ പറയും, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ബാലേട്ടൻ പറയും. അപ്പോൾ രോഹിത് ഇറങ്ങി വന്നിട്ട് താക്കോല് കൊടുക്കുകയാണ്. അല്ല, അലീന ചേച്ചിക്ക് താമസിക്കാനുള്ള ഇടമൊക്കെ കണ്ട് പിടിച്ചോ? അതിനു വേണ്ടിയാണല്ലോ കൂടുതൽ പോയത്. എന്നിട്ട് അങ്കിളെന്നൊന്നും മിണ്ടാത്തത്, പറ അങ്കിളെ, അലീന ചേച്ചിക്ക് താമസിക്കാനുള്ള ഇടമൊക്കെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്നേ? എല്ലാം ബാലേട്ടൻ പറഞ്ഞോളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയാനും പാടില്ല, ഞാൻ ഒന്നും പറയുന്നുമില്ല. അതെ, ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു, എന്നെങ്കിലേ എനിക്ക് പോകാൻ സമയമായി. രോഹി, എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ? വണ്ടി സ്മൂത്താണോ എന്ന് ചോദിച്ചാൽ പിന്നെ അടിപൊളിയാ, വണ്ടിയൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഓടിച്ചത്, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അലീനയാണെങ്കിൽ അതെ, രോഹിത് ആണ് വണ്ടി ഓടിച്ചത്, സ്റ്റിയറിങ് തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് രോഹിതിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചത്, അപ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കില്ലല്ലോ അങ്കിളേ എന്നും അവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ ശരി മക്കളെ, പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ ഇറങ്ങി പോവുക. അപ്പോൾ ഗോവർദ്ധൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളൊക്കെ ആണെങ്കിൽ ചേച്ചി, അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ, ഏതായാലും ചേച്ചി താമസിക്കാനുള്ള ഇടം കണ്ടെത്തിയെന്ന് തന്നെയാണ് വിശ്വാസം. അതെന്തെങ്കിലും ആകട്ടെ മോളെ, എന്തായാലും അച്ഛൻ പറയുമല്ലോ. എന്താ ചേച്ചി, ചേച്ചിക്ക് ഒരു ടെൻഷനും ഇല്ലേ? ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു, ഞങ്ങൾക്കാണ് ടെൻഷൻ മുഴുവൻ. നിങ്ങളെന്താ വിചാരിച്ചത് എനിക്കൊരു ടെൻഷൻ ഇല്ലെന്നോ? എൻ്റെ മനസ്സ് കിടന്ന് നീറുകയാണ് മക്കളെ, പക്ഷേ അതെല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുള്ളൊരവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്ക് കയറി പോവുക. അപ്പോൾ അലീന അടുക്കളയിലേക്ക് കയറി പോയപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് നമ്മുടെ ഗ്രേസമാൻറ്റിക്ക് കൊടുക്കുകയാണ്. എന്നാ ചായ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെന്താ, ചായ എടുത്തുണ്ടൊക്കെ വന്നു, പക്ഷേ ആൾക്കൊരു ഉഷാറില്ലല്ലോ, മനസ്സ് ഇവിടെയെങ്ങും അല്ലെന്ന് തോന്നുന്നു. ശരി ആൻറ്റി പറഞ്ഞത്, നമ്മൾ ഓരോ പാചകങ്ങൾ ചെയ്യുമ്പേ അവരുടെ മനസ്സ് പോലെ ആയിരിക്കും അവരുണ്ടാക്കുന്ന ഫുഡ് വന്ന് നല്ല മനസ്സാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെയല്ലേ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം.
ആം അത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അങ്കിളും വരിക. അപ്പം മാമച്ചാനങ്ങൾ വന്നിട്ട് പറയാണ്, അത് ശരിയാ, അതുകൊണ്ടാണല്ലോ ഇവളുണ്ടാക്കുന്ന ഫുഡിന് കുറേ എരിവും കുറേ ഉപ്പും കുറേ മുളകും ഒക്കെ കൂടിപ്പോകുന്നത്. ഇവളുടെ മനസ്സ് പോലെ തന്നെ അതേ മാമച്ചായ ചുമ്മാ വേണ്ടായേ. രേവതിക്കുട്ടിയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആന്നേ. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കേ ഒരു ഉഷാറില്ല, വീട് ഉറങ്ങിപ്പോയതുപോലെ. അത് രേവതിക്കുട്ടി നീ പറഞ്ഞ സത്യം തന്നെയാ. ഈ വീട് ശരിക്കും ഉറങ്ങിപ്പോയതുപോലെ തന്നെയുണ്ട്. അവരവിടെ എത്തിയൊന്നും നീ വിളിച്ചു ചോദിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചു ചോദിച്ചില്ല. അതെന്താ വിളിച്ചു ചോദിക്കാഞ്ഞത്? അവളെ വിളിച്ചു ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി ഉഷാറാവില്ലേ? അത് ആൻറ്റി പറഞ്ഞ ശരിയാണല്ലേ. അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉഷാറാവുമല്ലോ. എങ്കിൽ പിന്നെ ഞാൻ അലീന ചേച്ചി ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് രേവതിക്കുട്ടി നേരെ ഫോൺ എടുക്കുകയാണ്. ഈ സമയം തന്നെ അലീനയും കൃഷ്ണമോളൊക്കെ നല്ല ജോലിയിൽ അടുക്കളയിൽ. അപ്പോഴാണ് അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുന്നത്. അങ്ങനെ അലീന ആ കോൾ എടുക്കുകയാണ്. കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി ചേച്ചി, ചേച്ചി എപ്പോഴാണ് എത്തിയത് ചേച്ചി? ഞങ്ങൾ എത്തിയിട്ട് കുറേ നേരമായി. നീ എന്താ വിളിക്കാതിരുന്നത്? എനിക്കാണെങ്കിൽ ഒരു മൂഡും ഇല്ല ചേച്ചി. ഈ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാവരും പോയപ്പോഴേ സർക്കസ് കമ്പനി ഒഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഒച്ചയില്ല, അനക്കുമില്ല, ബഹളമില്ല, ഒന്നുമില്ല ചേച്ചി. എനിക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അച്ചോടി, എന്തിനിപ്പോൾ സങ്കടം വരുന്നത്? ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും വരാമല്ലോ. പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പോൾ ഈ കൃഷ്ണമോള് പറയുക. അപ്പോൾ കൃഷ്ണമോള് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അയ്യോ, ഇതെൻ്റെ കൃഷ്ണമോളല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം? ഇവിടെ എന്ത് വിശേഷം? നിങ്ങളെല്ലാം അങ്ങോട്ട് പോയത് എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്. എനിക്കൊരു വിശേഷവുമില്ല, ആകെ സങ്കടം. എല്ലാവരും പോയല്ലോ എന്നോർത്തുള്ളൊരാകെ സങ്കടം, ആകെ ഒറ്റപ്പെട്ടവരെ പോയൊരവസ്ഥ. അങ്ങനെയാണെങ്കിലേ രേവതിക്കുട്ടി ചേച്ചി ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഇവിടെ നമുക്ക് അടിച്ച് പൊളിച്ചങ്ങോട്ട് നിൽക്കാന്നേ. അപ്പോൾ നമ്മുടെ അലീനയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ അലീന ചേച്ചി, അത് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അലീന ചേച്ചി, എൻ്റെ ചേച്ചി ഓടി വരും. എൻ്റെ ചേച്ചിയെ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. അപ്പോൾ അലീന ചേച്ചി മാത്രമേ ഉള്ളൂ? അപ്പം ഞങ്ങളൊക്കെ ആരാണ്? അയ്യോടാ, നീ എൻ്റെ അനിയത്തി കുട്ടിയല്ലേ. അപ്പം ബബി ചേച്ചിയോ? അത് ചാക്കിരി പിക്കിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി നല്ല തമാശകളെല്ലാം അവിടെ പറയുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ. എവിടെ രോഹിയേട്ടൻ, നിങ്ങളുടെ രോഹിയേട്ടൻ? അപ്പം രോഹിയേട്ടൻ ആരാണ്? അത് ചാടക്കാരൻ, മസിൽ പിടുത്തം. അത്രയല്ലേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേക്കും ബബിതയും വരികയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ അയ്യോടി, രേവതിക്കുട്ടിയല്ലേ അത്? അതേലോ, രേവതിക്കുട്ടിയാണല്ലോ. ഇത് ബബിതയല്ലേടി അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അങ്ങനെ അവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ ഞാനേ ചായ എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചായ എടുക്കാനായിട്ട് പോവാം. ഇതേ സമയം തന്നെ നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ കണ്ണടിയൊക്കെ നോക്കി ഒന്ന് ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ ഫോണിലേക്കും കോൾ വരിക. മനുവായിരുന്നു. എന്താടാ മനു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ ഇത് എപ്പോൾ എത്തി അങ്കിളെ? അങ്കിള് പോയിട്ട് എപ്പോഴാണ് എത്തിയത്? ഞാൻ കുറച്ചു മുമ്പാണ് എത്തിയത്. അതല്ല, ഞങ്ങൾ പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. അങ്കിളെ വന്ന കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന് പറയാണ്. എടാ, നീ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ പറ. അതെ, ഇവിടെ വല്യച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഓഹോ, അത് ശരി. അല്ല അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് അലീനയെ നിർത്താനുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിയോ? കണ്ടെത്തിയിട്ട് വരുന്നു. അപ്പോൾ അലീനയുടെ അച്ഛനായ സ്റ്റാലിൻ്റെ അരികിൽ തന്നെയാണ് കൊണ്ടേ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? ഇത് കേട്ട ബാലേന്ദ്രൻ ഞെട്ടിപ്പോണു. എടാ മനു, നീയാളെ കൊള്ളാലോടാ. എടാ പറയടാ സത്യം, എങ്ങനെയാടാ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നീ? സത്യം പറയടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞൊക്കെ സത്യമാണോന്ന് അങ്കിൾ പറ ആദ്യം, എന്നിട്ട് പറയാം. സത്യമാണ്. അലീനയുടെ അച്ഛനായ സ്റ്റാലിൻ്റെ അരികിൽ തന്നെ കൊണ്ട് നിർത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് അത്ര പെട്ടെന്ന് നിർത്താനായിട്ട് പറ്റില്ല. അങ്ങേരെ അലീനയെ സ്വീകരിക്കോ ഇല്ലേന്നൊക്കെ അറിയണമല്ലോ. അതിനുശേഷമേ എനിക്ക് അലീനയെ അവിടെ നിർത്താനായിട്ട് പറ്റുള്ളൂ. അയാൾ പറയട്ടെ അലീനയെ വേണോ വേണ്ടേ എന്നൊക്കെ, അതിനുശേഷം ആലോചിക്കാം. പിന്നെ പറ, നിന്നോടാ ഇതായി പറഞ്ഞത്? അത് വല്യച്ഛൻ പോയിട്ടില്ലെന്നേ, ഇവിടെ തന്നെ ഉണ്ട്. വല്യച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത്. ഓഹോ, അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? ഇനി അങ്കിൾ ഇത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിൻ്റെ
വൈജാൻറ്റിക്ക് ഇങ്ങോട്ട് വരണ്ടേ, അല്ലാതെ അലീന പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? അല്ലെങ്കിലും അലീന പോയാലും അവളിങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവളിങ്ങോട്ട് വരണ്ട, ചുമ്മാ മനസ്സമാധാനം കളയാൻ വേണ്ടി. കുടുംബത്തിൽ സന്തോഷ സമാധാനം എന്തിനാ കളയുന്നത്? അതൊക്കെ ഇരിക്കട്ടെ. എവിടെ നിന്റെ വല്യച്ഛൻ? ഇവിടെയുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴൊക്കെ പോകുന്നാ പറയുന്നത്. വല്യച്ഛനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ടെൻഷൻ അടിക്കട്ടെ, അടിക്കണമല്ലോ. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പോൾ അങ്കിള് ഇതേ കൊണ്ട് നിർത്തുക തന്നെ ചെയ്യുമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങേർക്ക് അലീനയെ വേണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ തന്നെ നിർത്തുള്ളൂ. എൻ്റെ മകളായിട്ട് ഞാൻ അവളെ വളർത്തും, അല്ലാതെ വേറെ അങ്ങോട്ട് അവളെ ഞാൻ വിടാനായിട്ട് പോകുന്നില്ല എന്നും കൂടി ബാലേന്ദ്രൻ പറയുകയാണ്. ശരി അങ്കിളെ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അപ്പോൾ രേവതിക്കുട്ടിയുടെ സംസാരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രേവതിക്കുട്ടി പറയാൻ രോഹിതിൻ്റെ കയ്യിലേക്ക് ഒന്ന് ഫോൺ കൊടുക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ കൊടുക്കാമല്ലോ, രോഹിയേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താണ് കൃഷ്ണമോളെ, നീ ചെവി പൊട്ടിക്കുമല്ലോ എന്ന് രേവതിക്കുട്ടി ഫോണിൽ കൂടി പറയുകയാണ്. രോഹിയേട്ടാ, ഇനി വന്ന് രോഹിയേട്ടാ. എന്താടി കൃഷ്ണേ, നീ കുറേ നേരമല്ലേ കിടന്ന് കൂയിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് വേറൊരു പണിയില്ലേ? രോഹിയേട്ടൻ്റെ ഒരു ക്യൂട്ട് ഫാൻസ് രോഹിയേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു. ചുമ കൃഷ്ണമോളെ കളിയാക്കാൻ നിൽക്കല്ലേ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ലെന്നേ, ലൈനിലുണ്ട്, ഒന്ന് നോക്കിക്കണ്ടേ. അങ്ങനെ രോഹിത് ഇറങ്ങി വരികയാണ്. മോനെ രോഹിത്തേ, വീരാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതാരിത്, രേവതിക്കുട്ടിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയോ? സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ എത്തിയോ? പിന്നെ അല്ല, സുരക്ഷിതമായിട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അല്ല, രേവതിക്കുട്ടിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എന്ത് വിശേഷം? നിങ്ങളെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും വീട് ഉറങ്ങിയതുപോലെയായി. എങ്കിൽ പിന്നെ ശരി, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് രോഹിത്തിനെ തന്നെ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താടി, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ക്യൂട്ട് ഫാന എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ചായയായിട്ട് വരിക. ചായയായിട്ട് വന്നിട്ട് ഞാനേ അച്ഛനെ കൊണ്ട് ചായ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ, അച്ഛൻ ഫ്രഷ് ആയിട്ടുണ്ടാവും. ശരി ചേച്ചി. അല്ല, എൻ്റെ ഫോൺ എവിടെ? അതെ, അത് കൃഷ്ണമോളും കൊണ്ടുപോയി. എങ്കിൽ പിന്നെ ശരി, ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന നേരെ അങ്ങോട്ട് ചെല്ലുക. ചെന്ന് ഡോറിൽ മുട്ടുകയാണ്. കടന്നു വരാനായിട്ട് ബാലേന്ദ്രൻ പറയുകയും ചെയ്യാണ്. അങ്ങനെ ഇന്ന് അച്ഛ ചായ എന്നും പറഞ്ഞുകൊണ്ട് കൊള്ളാം, അടിപൊളി. പോയ കാര്യം എന്തായി എന്നെ നിർത്താനുള്ള സ്ഥലമെല്ലാം കണ്ടുപിടിച്ചോ? അതെ, നീ അകത്തോട്ട് കയറി വാ, ഇതേ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്, അതുകൊണ്ട് നീ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടെത്തി. വലിയൊരു വീടാണ്. ആ വീട്ടിലാണ് നിന്നെ നിർത്താനായിട്ട് പോകുന്നത്. ആണോ? ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ ഓണറുണ്ട്, കുറേ പട്ടികളുണ്ട്, പിന്നെ കുറേ ജോലിക്കാരും ഉണ്ട്. ജോലിക്കാരൊക്കെ ഉള്ള വീടാണ് അപ്പം പിന്നെ എന്തിനാ എന്നെ കൊണ്ട് അവിടെ നിർത്തുന്നത്? എന്നെ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും പിന്നെ കുറച്ച് ഗാർഡൻസ് ഉണ്ട്, ആ ഗാർഡൻസൊക്കെ ഒന്ന് നനയ്ക്കാനും ഒക്കെയാണ് എന്ന് പറയാണ്. ആണോ അപ്പോൾ ഇത്രയും വലിയ വീടൊക്കെയാണോ? പിന്നെ അല്ലാതെ ഭയങ്കരം വീടാ. അത് ശരി. അപ്പോൾ ആ സാറിൻ്റെ ഫാമിലി ഉണ്ടായിരിക്കും, ഉണ്ടാകാതിരിക്കില്ലല്ലോ, ഫാമിലി ഉണ്ട് അവിടെ. പക്ഷേ എന്തു പറഞ്ഞോ സാറ്? പക്ഷേ തീരുമാനം പറഞ്ഞിട്ടില്ല. വേണോ വേണ്ടയോന്ന്, മോളെ വേണോ വേണ്ടയോന്ന് അയാൾ പറയും. അതിന് കുറേ ദിവസം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷമേ വിളിക്കുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരി, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല അല്ലേ? വെറുതെ വിളിച്ചതാണ്. ജോലിക്കാരുടെ ആവശ്യം ഉണ്ടാകുമെന്നേ. കാരണം അവിടെ പട്ടികളെ തന്നെ നോക്കാൻ വേണം ആൾക്കാർ, അത്രയും പട്ടികളാണ്. പിന്നെ വീടെന്ന് പറഞ്ഞാൽ വമ്പൻ വീടാണ്. വമ്പൻ വീടോ? അപ്പം അത്രയും വലിയ വീടാണ് പിന്നെ അല്ലാതെ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാ, ഭയങ്കരം വീടാണ്. ഇപ്പോൾ ആ മുതലാളിയും ഞാൻ പറഞ്ഞല്ലോ സെർവൻറ്റുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. തീർച്ചയായിട്ടും. ഏതായാലും ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു ജോലിക്കാരെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ അവിടെ പോയി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇനി ഇതിനേക്കാളും ഒരു സേഫായ ഇടം കിട്ടാനില്ല മോളെ. നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും സേഫായ ഒരു സ്ഥലമാണ് അത് എന്നിങ്ങനെ പറയാം.
അപ്പോൾ ഇത് കേട്ട അലീന ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.